തസ്ലീമുൽ മർഅത്തിന് കല്യാണം കഴിച്ചാലേ മേപ്പിച്ചു കൊടുത്തേക്കണം പെണ്ണിന്. അതൽപ്പോ ഒരു പെട്ടെന്ന് തന്നെ ഇതാ തൊലബഹ ഓളെ തേടിയാൽ ഈ മന്ദിരി സൗജി ഭർത്താവിന്റെ വീട്ടിലേക്ക് ഇങ്ങോട്ടോ വേഗം വിട്ടേക്കണം. അല്ല, ഏൽപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാകും തലബ് ചെയ്താൽ. തലബ് ചെയ്തതിന് നിർബന്ധമൊന്നുമില്ല. നീ അവിടെ തലബ് ചെയ്താൽ പറഞ്ഞു മൻസിൽ സൗജ ആവണം. മൻസിൽ സൗജ കുടുംബത്തെ ആവശ്യിച്ച് അവിടെ വിടണമെന്നില്ല. അവരെല്ലാടും കുറിപ്പിച്ച് ആവശ്യിക്കാണ്. അവന് പ്രത്യേകം വീടായിട്ടില്ല പറഞ്ഞോട് നമുക്ക് നിർബന്ധമില്ല. നിനക്ക് വീടുണ്ടോ? എനിക്കുമില്ല, കുടുംബത്തിന് വിടാം. എന്താ ഇങ്കാനത്ത് തുത്തീഖുൽ ഇസ്തിംതാ പറഞ്ഞോളൂ. ചെറിയ കുട്ടികളാണ് പിടിച്ചുവിട്ടത്. 5 വയസ്സുള്ള കുട്ടിയെ കെട്ടിച്ചുവിട്ടത്. എന്നാ പറഞ്ഞുവിടണ്ട ഏട്ടാ. ആ പെണ്ണിന് കഴിവായാല് ഇങ്കാനത്ത് പെണ്ണായാൽ തുത്തീഖ് കഴിവായാല് അലിസ്തിംതാ ഫൈൻ സാലത്ത്. അപ്പൊ പെണ്ണ് പറഞ്ഞു കുറച്ചുകൂടെ കഴിയട്ടെ. ഞാൻ ഇന്തിലാറാ. പെണ്ണ് ഇന്തിലാറിനെ ആവശ്യപ്പെട്ടാലേ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ആവശ്യപ്പെടുന്നൊന്നുമില്ല. എന്നാ ഉന്നിറത്ത് അന്ന് എന്താണ് താമസം ചെയ്ത് കൊടുക്കപ്പെടുന്നു. വാക്ക് തറുഹു അതിന് എത്ര ദിവസം 5-6 മാസമൊന്നുമല്ല. തരാത്തു അയ്യാമിൻ എന്താ. ഇനിയിപ്പോ ഇങ്കാനത്ത് അമത്തനായാൽ ലമ്യജീബ് നിർബന്ധമില്ല തസ്ലീമോളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇല്ലാമില്ലേ രാത്രിയാ പറഞ്ഞു കൊള്ളാം. രാത്രി കൊടുത്തേക്കണ്ട്. വഹിയ അവൾ ഭിന്നകാരി പകലിൽ ഇന്ത സയ്യിദിന്റെ ഖിദ്മത്തിലെത്തിക്കട്ടെ കേട്ടാ. വൽമുസ്തഹബ് അയ്യഹുദ കല്യാണം കഴിക്കുമ്പോൾ സുന്നത്താക്കപ്പെടും. അയ്യഹുദ സൗജി പഠിക്കണം. ബിനാസിയത്തി അവളെ നെടുകന്തലയിലേക്കൊന്ന് പിടിച്ച് മന്ത്രിക്കണം. അവലമായൽക്കഹ കാണുന്ന ആദ്യത്തെ രാത്രിയിൽ യദുഉ ബറക്കത്തി ബറക്കത്തുണ്ട് ദ്വാരക്കണം. ബാറക്കല്ലാഹു ലികുല്ലി മിന്നാ ഫീ സ്വഹബിഹി എന്നൊക്കെ ദ്വാരക്കണം. ഫയംലിക്കു അവന് മിൽക്കാകും. അൽ ഇസ്തിംതാ ബിഹ ഓളെ കൊണ്ട് ഇസ്തിംതാ ചെയ്യാൻ സുഖം എടുക്കാം. മീൻ ഗൈരി ഇളറാൻ ഓളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അല്ല വലഹുവിന് ജായിസാണെങ്കിൽ ഇസ്വാഫിറബി ഓളം കൊണ്ട് യാത്രയും പോകാം. ഇങ്കാനത്തെ ഉറത്താൻ വലഹു അവന് ജായിസാണ് അൻഹ ഓണത്തിട്ട് അസില് ചെയ്യാം. ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ബന്ധപ്പെടുമ്പോ എന്തിന് കുട്ടികൾ സന്താനം വേണ്ടെന്ന് വെച്ചാലേ ആയിക്കോട്ടെ. വലഹു അവന് ജായിസാകുമായി അസില് ചെയ്യാം. അൻഹ ആ സൗജത്തിനെ തൊട്ട് ഹുറത്തൻ കാനത്തവും അമത്ത അല്ല. അസിലി എന്ന് പറഞ്ഞാല് ശാരീരിക ബന്ധം ഏർപ്പെടുക. എന്നിട്ട് ഇൻസാലിന്റെ സമയമാകുമ്പം എന്ത് ചെയ്യാം, അത് അവിടുന്ന് മാറ്റിക്കിടുക. ഗർഭാശയത്തിലേക്കാക്കാതെ മനീനെ ഫർജിന്റെ ഖാരിജിലാക്കുക. ഏട്ടാ എന്തിനാന്ന് വെച്ചാൽ ആദ്യമേ ഹംലി ഏട്ടാ. അല്ലെങ്കിൽ എന്നും കൊന്നും പ്രസവിച്ചാൽ എങ്ങനെയാണ് ഇടങ്ങറാവുന്നു. അപ്പൊ എന്നും കൊന്നും പ്രസവിക്കണമെങ്കിൽ ചെയ്തോളെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പെണ്ണുങ്ങളെ കളിച്ച് ഓട്ടിക്കുന്നത് എന്നും ഇത് തന്നെ ജോലി നോക്കുക ആൾക്കാർ. ഹുറത്തൻ കാലത്ത് അതല്ല നല്ല പെണ്ണുങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, ആയിക്കോട്ടെ എന്ന് പറഞ്ഞാലേ ആയിക്കോട്ടെ. നമ്മളെ കൂട്ടുകാരൻ അങ്ങനെ പറയാറുണ്ട്. ഒരു ഉസ്താദിന്റെ മോളെ ഞാൻ കിട്ടിയിരിക്കുന്ന ചങ്ങായി. അപ്പൊ അവക്ക് കുഴപ്പമൊന്നുമില്ല. എന്തോ അത് കുറെ കഴിയുമ്പോൾ പിള്ളേർക്ക് എങ്ങനെ ഓരോന്ന് വഴിയായിട്ട് പോകുമ്പോൾ നല്ല രസമായിട്ട് നമുക്ക് കാണാമെന്ന്. അങ്ങനത്തെ പെമ്പിള്ളെ കെട്ടി നല്ല സുഖമായിരിക്കും. മനസ്സിലായേ? ഇതൊന്നും മതി, 2 മതി, നമ്മൾ 2 നമുക്ക് 2 എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല കേട്ടാ. അത് പിന്നെ മേനയ അല്ലാഹു തആല ഗർഭാശയത്തിനെ പഠിച്ചേക്കുന്ന കുട്ടികളെ മുളപ്പിക്കാനാ. അപ്പൊ അതിനെ ഇങ്ങനെ മുളപ്പിച്ചോണ്ടിരിക്കണം. കുട്ടികളെ മുളപ്പിച്ചില്ലേ പിന്നെ അള്ളാഹു വരെ മുളപ്പിക്കും. മഴയൊക്കെ വരും, ഗർഭാത്ര മഴ അതും ഇതൊക്കെ വരും. കാരണം അതിനെ മുളപ്പിക്കാൻ വേണ്ടി അള്ളാഹു വെച്ചേക്കുന്നത്. മനസ്സിലായേ? നിങ്ങൾ മുളപ്പിക്കുന്നില്ലെങ്കിൽ അള്ളാഹു മുളപ്പിച്ചോളൂ. മുളപ്പിക്കുന്നത് ഏതാ?
അതുകൊണ്ട് പ്രസവം നിർത്തിയൊന്നും വേണ്ട. പ്രസവമൊക്കെ പ്രസവിച്ചിട്ട് നമുക്കെന്താണ് ഏട്ടാ പ്രസവിപ്പിക്കുന്ന എത്രയും പ്രസവിപ്പിച്ചു. അതിനിപ്പോ ആരാ ഇവിടെ ഇപ്പൊ ഒന്നാമത്തേലല്ലേ ഭക്ഷണം കൊടുക്കുന്നത്. പാരസ്ഥാനം 9 പിള്ളേരുണ്ട്. ഞമ്മക്കുണ്ടായിരുന്നല്ലേ 8 പോയതല്ലേ, എന്ത് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ആ പെൺകുട്ടി അതാ പറഞ്ഞു. അതിനിപ്പോ എന്തോ പിള്ളേരിങ്ങനെ പോകുന്നതാണല്ലേ രസമല്ലേ. ഈമാനുള്ള പെണ്ണുങ്ങളാകുമ്പോഴേ കുഴപ്പമില്ലല്ലോ. ആ 9 പ്രസവിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ടില്ലെന്ന് ഒപ്പര് പറഞ്ഞു. കണ്ടിട്ടേ ഇല്ലെന്ന് ആശുപത്രി. മോള് പ്രസവിച്ചു, അതിനെ കൊണ്ടുപോയി. അപ്പൊ അത് രസം. ഉമ്മമാരടുത്ത് പ്രസവിച്ച് കിടക്കുന്നു, മോള് വേറെ പ്രസവിച്ച് കിടക്കുന്നു. അതൊക്കെ നല്ല രസമാണ്. വീട്ടിലേക്ക് എന്താ രസം. കുട്ടികൾ ഇങ്ങനെ ചടപട കുട്ടികൾ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ആട്ടുകുട്ടികൾ ഓടുന്ന നടക്ക്. ഒരുത്തന്നെ വരുന്ന ഇത് വീട്ടില് പിള്ളേരില്ലേ, എന്തൊരു പൂത്താ മതിയാ. ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, വെറുതെ ഇരിക്കുക ഭാര്യ ഭർത്താവ് പിള്ളേരെ കെട്ടിച്ചോട്ട് 20. മനസ്സിലാ? അങ്ങനെയല്ല, അങ്ങോട്ട് വേണ്ട, കുട്ടികൾ വരണം. ലാക്കിൻ അല്ല ഔല, നല്ലത് അല്ല എഫല, ഈ അസല് ചെയ്യാതിരിക്കലാണ് നല്ലത്. അല്ല ഉള്ള കുട്ടികൾ തിരഞ്ഞെയ്ത് തന്നോട്ടെ, നമുക്കെന്താണ്. അതായത് സന്താന പരമ്പര മുറിഞ്ഞു പോകാനേ ഒരു കാരണമാവുമല്ലോ അത്. തങ്ങളോട് ചോദിച്ചു, തങ്ങളെ ഞങ്ങൾ അസല് ചെയ്യട്ടെന്ന് ചോദിച്ചു. അപ്പൊ തങ്ങൾ പറഞ്ഞു അതൊരു ചെറിയൊരു കുഴിച്ചുടലാണ്, ചെറിയൊരു കുഴിച്ചുമുടലാണ്. അന്ന് കുഴിച്ചുകൂടല്ലോ കുട്ടികളുണ്ടെങ്കിലേ. അത് അത് ഖഫിയായ കുഴിച്ചുകൂടലെന്നൊക്കെ പറഞ്ഞു തങ്ങള്. അപ്പൊ പിന്നെ അത് ചെയ്യാതിരിക്കണം നല്ലത്. വേണ്ട കുട്ടികൾ വന്നിട്ട് നല്ല രസം. വലഹു, അവൾക്ക് ജായിദാണ്, അല്ല അവന് ജായിദാണ്. അയ്യുൽസിമഹ, ഓളോട് നിർബന്ധിക്കാം. ബിമാ യതവഖഫൽ ഇസ്തിംതാഉ അലൈഹി, ബിമാ ഒന്നുണ്ട്. യതവഖഫൽ ഇസ്തിംതാഉ, അവളുമായി കൊണ്ട് ബന്ധപ്പെടലും സുഖമെടുക്കലൊക്കെ തവഖുഫാകും അലൈഹി, ആ ഒന്നിന്റെ മേൽ. കൽ ഗുസ്ലി മിനൽ ഹൈളി, ഹയന്ന് കഴിഞ്ഞു ഞാൻ വേഗം കുളിച്ചിട്ട് ഞാൻ പറയാം. നിർബന്ധിക്കാം നിനക്ക്. ഒബിമ ഒന്നുകൊണ്ട് നിർബന്ധിക്കാം. യതവഖഫു അലൈഹി കമാലുൽ ലദ്ദാത്തി, പരിപൂർണ്ണ സുഖം അതിനെ തവഖുഫാകും. വൃത്തിയായിട്ട് പെണ്ണുങ്ങളെ കുളിച്ചിട്ടൊക്കെ വരാൻ പറയണം. ഇച്ചിരി അത്രയൊക്കെ പൂശി ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് വരാൻ പറയണം. അപ്പൊ അതിനകത്ത് എന്തുണ്ട്? അത് കണക്ക് തന്നെ കൽ ഗുസ്ലി മിനൽ ജനാബത്തി വൽ ഇസ്തിഹ്ദാദ്. ഇസ്തിഹ്ദാദ് വെച്ചാൽ ബ്ലേഡൊക്കെ ഉപയോഗിച്ച് അവിടെ ഇവിടെയൊക്കെ പഠിക്കുകയാണെങ്കിൽ പഠിച്ച്, വൈസാലത്തിൽ ഔസാഖി, അടുക്കളൊക്കെ നീക്കി. ഇത് ചുമല അടുക്കള നീക്കുന്ന അതേ ക്വാളിറ്റിയിലൂടെ ഒന്ന് കയറിയാലും പിന്നെ എങ്ങനെ. അപ്പൊ അതൊക്കെ നിർബന്ധിക്കണം, മനസ്സിലായോ? ഇതൊക്കെ നിർബന്ധിക്കൽ അവനുണ്ടെന്ന വലവു, അവന് സുന്നത്താണെന്നാ. ഇതൊക്കെ അവന് ചെയ്യാം. അയ്യുൽസിമഹ ബിമായത്തു, വേണ്ട നീ അവളെ കുളിച്ചില്ലേ, അവളെ കുളിച്ചിട്ട് കുളിപ്പിക്കണം. ഇപ്പൊ കുളിക്കുന്നില്ല, രാവിലെ കുളിക്കുന്നുള്ളു, ഇങ്ങോട്ട് വേണ്ടേ പോയി കുളിച്ചിട്ട്. ഇന്നെന്താ വസലഹാബി നഫ്സിഹീന്ന്, അവൻ തന്നെ കുളിപ്പിക്കുക, അതിന് കുഴപ്പമൊന്നും. അവൻ നീയത്തോ, നീയത്ത് എന്ത് ചെയ്യും? ഇല്ലേ, പെണ്ണല്ലേ നീയത്ത് ചെയ്യണ്ടേ? നീ തന്നെ മതി. അങ്ങനെ സോപ്പ് വേണോ? മുത്തപരിതല എന്താണ് മുത്തപരിതലുണ്ടെന്ന് കുളിപ്പിക്കാന്ന്. കുളിപ്പിച്ചു. നീ അതൊക്കെ മനപ്പാടേക്ക് വെച്ചോ അടയ്ക്കാ നീ. പെണ്ണത് കെട്ടി നോക്കട്ടെ, ഇതൊക്കെ ഒന്ന് ഇല്ലയോ പ്രാവർത്തികമാക്കാൻ. മാഷാ അല്ലാഹ്. ഫസ്ലുൽ യഹ്റുമു നിക്കാഹുൽ ഉമ്മി, ഉമ്മായ നിക്കാഹ് ചെയ്യാൻ പറ്റില്ല. ഉജ്മത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും,
ഉമ്മമാരും പെൺമക്കളും സഹോദരിമാരും സഹോദരന്മാരും മാതൃ സഹോദരി പിതൃ സഹോദരിമാരും മാതൃ സഹോദരിമാരും സഹോദരന്റെ പെൺമക്കളും സഹോദരിയുടെ പെൺമക്കളും പിന്നെ പാല് തന്ന ഉമ്മമാരെന്നൊക്കെ ഖുർആൻ ശരീഫിലില്ലേ? പെരുമത്താലേക്കെന്ന് പറഞ്ഞിട്ട് നിസാ സൂറത്തില്ലടാ. വൽ ജദ്ദാത്തി ഉമ്മമ്മമാരെയും വൈനലൗന വൽ ബനാത്തി പെൺമക്കളെയും ബനാത്തില്ലവനാതി മക്കളെ പെൺമക്കളെയും വൈൻ സഫൽന വൽ അഖവാത്തി സഹോദരന്മാരെയും ബനാത്തിൽ ഇഖ്വത്തി വൽ അഖവാത്തി സഹോദരി സഹോദരന്മാരുടെ മക്കളുമാരെയും വൈൻ സഫൽന വൽ അമ്മാത്തി പിതൃ സഹോദരിമാരെയും വൽ ഖാലാത്തി മാതൃ സഹോദരിമാരെയും പിതൃ സഹോദരി അമ്മമാരെ എന്ത് അവളെ പെങ്ങന്മാരെ കെട്ടാൻ പാടില്ലത് എത്തങ്ങ വൽ ഖാലാത്തി ഉമ്മാന്റെ പെങ്ങന്മാര് അതും പാടില്ല. വൈനാലോന ഉമ്മ സൗജത്തി സൗജത്തിന്റെ ഉമ്മയും പാടില്ല. ജദ്ദാത്തിക ആ സൗജത്തിന്റെ ഉമ്മമ്മമാരും അവരൊക്കെ നമുക്ക് ഹറാമുള്ളതാണ്. അസുവാദി ആബായി അവന്റെ അവന്റെ പിതാക്കന്മാരുടെ ഭാര്യമാര് ഔലാദി അവന്റെ മക്കളെ ഭാര്യമാര് ഹൗലായി കൊല്ലുകുന്ന ഇവരൊക്കെ യഹ്റുമിന് ഹറാമാകും. ഈ മുജറത്തിൽ അഖദ് നടത്തിയാൽ തന്നെ ഇവര് ബന്ധപ്പെട്ടില്ലെങ്കിൽ ശരി അല്ല. അമ്മ ബിന്ദു സൗജത്തി വലാ തഹ്റുമു എന്റെ ഭാര്യയുടെ മോളെ എനിക്ക് കെട്ടാൻ പറ്റുമോ? ഞാനൊരു പെണ്ണിനെ കെട്ടി അവിടെ ആദ്യം നിന്ന് കെട്ടിച്ചുകൊണ്ട് അതിനകത്തൊരു മോളുണ്ട് എനിക്ക് കെട്ടാൻ പറ്റുമോ? മനസ്സിലായില്ല. അത് ഫലാത്തവരും അറാമില്ല ഇല്ല ബിദ്ദുഖൂലി ബില്ലുമ്മി. ഞാൻ ആ പെണ്ണിനെ കെട്ടിയിട്ട് ആ പെണ്ണുമായിട്ട് കൊണ്ട് ശാരീരിക ബന്ധം ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി പറ്റില്ല. അതിനു മുമ്പ് എന്തായിരുന്നു അത് നീ പോവും എന്റെ മോളെ അത് കെട്ടാന്ന് പറഞ്ഞാൽ ഫൈൻ അബാനൽ ഉമ്മ ഖബല ദുഖൂലി ബിഹ ആ ഉമ്മാനെ ദുഖൂല് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ഉമ്മാനെ 3 തലാഖ് ചൊല്ലി വിട്ട് നഹല്ലത്തുലഹു ബിദ്ദുഹ അവന്റെ മേൽ ഹറാമാകും അവൻ ചില പെണ്ണുങ്ങള് പത്തിയഹ പെണ്ണുങ്ങളെ പത്ത് ചെയ്തു ശുഭത്തിൻ കണ്ട പേടിച്ചിട്ടോ ശുഭത്വത്ത് എങ്ങനെ ചെയ്താലും ഹറാമാവും. ശുഭത്തിന്റെ അർത്ഥം പറഞ്ഞാല് നമ്മളെ മക്കള് ഏതെങ്കിലും ഒരു പെണ്ണിനെ എന്ത് ചെയ്തു? ശുഭത്വം വസ്തുകയും ചെയ്തു. എന്റെ മോൻ ഒരു പെണ്ണിനെ അറിഞ്ഞില്ല അവന്റെ ഭാര്യയാണെന്ന് വിചാരിച്ചോണ്ട് മനസ്സിലായില്ല അവന്റെ ഭാര്യയാണെന്ന് വിചാരിച്ചോണ്ട് എന്ത് ചെയ്തു? അവൻ കുറെ പെണ്ണുങ്ങൾ നടന്ന് മരിക്കൂട്ടില്ലാന്ന് വെച്ചോ. അപ്പൊ അവനിങ്ങനെ ആഗ്രഹം വന്നപ്പോ പോയി അങ്ങോട്ട് എന്ത് ചെയ്തു? പിന്നെ എന്റെ ഭാര്യയാന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്തു? അങ്ങ് ബന്ധപ്പെട്ടു. ബന്ധപ്പെട്ടെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴേ വേറെ പെണ്ണാന്ന് മനസ്സിലായി. എന്നാൽ ആ പെണ്ണിനെ എന്റെ പിതാവിന് കെട്ടാൻ പറ്റുമോ? ഇല്ല. എന്റെ മക്കൾക്ക് കെട്ടാൻ പറ്റുമോ? അതില്ല. പറഞ്ഞു മനസ്സിലായേ? ശുഭത്വം നിലനൊത്ത് അല്ലെങ്കിൽ മിൽക്കം നിലയിൽ അടിമയായിട്ട് മേടിച്ച അങ്ങനെ ഉമ്മഹാത്ത് മൗത്തൂവത്തിഹി വേണ്ട അവന്റെ മൗത്തൂവത്തിന്റെ അവൻ ചവിട്ടിയ പെണ്ണിന്റെ ഉമ്മമാരൊക്കെ ഹുവ ബി മിൽക്കിൻ ഔ ശുബഹത്തി ഇതൊക്കെ ഹറാമാണ്. ബനാത്തു അവളുടെ പെമ്മക്കളും കുല്ലു ദാലിക തഹരീമൻ ഇവകളൊക്കെ ഹറാമാണ്. മുഅബ്ബദൻ ഹറാമാണ്. മുഅബ്ബദൻ ഹറാമാണെന്ന് വെച്ചാൽ എന്റെ ഉമ്മ ഞാൻ ഒരു പെണ്ണെട്ടി ആ പെണ്ണിനെ ഞാൻ 10 ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ പെണ്ണിനെ തലാഖ് ചൊല്ലിയാല് അതിന്റെ ഉമ്മയെ എനിക്ക് കെട്ടാൻ പറ്റുമോ? ഇനി അത് മുഅബ്ബദൻ തഹരീമാണ്. ഏതാ